അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 30, 2020. ഒരു കൊറോണയുടെ ഭീതിയിൽ തന്നെ ലോകമുള്ളൊരു സമയമായിരുന്നു അത്. വരുന്ന വർഷമെങ്കിലും ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറി ഒരു നോർമൽ ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളും ബിസിനസ്സുകളും എല്ലാം തന്നെ താറുമാറായ ഒരു കൊല്ലം തന്നെയായിരുന്നു 2020. അപ്പോൾ അടുത്ത വർഷം തുടങ്ങുമ്പോഴെങ്കിലും ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ടിരിക്കുകയായിരുന്നു ആന്ധ്ര തെലങ്കാന ഭാഗത്തുള്ള ആളുകളും. ആ ഒരു സമയത്താണ് തെലങ്കാനയിലെ ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വെങ്കടസ്വാമി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വെങ്കടസ്വാമി നഗറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അവിടെ താമസിക്കുന്ന ആളുകൾ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് മിക്കവാറും വീടുകളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അതായത് എന്തെങ്കിലും കെട്ടിടം പണി, കോറിയിലത്തെ പണി, അങ്ങനെ ഇങ്ങനെയുള്ള പല പല പണികൾ, ക്ലീനിങ് വർക്ക്സ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിൽ മെജോറിറ്റിയും. ആ ഒരു സ്ഥലത്താണ് കാവാല അനത്തയ്യ എന്ന് പറയുന്ന ഒരാളും ആളുടെ ഭാര്യയായിട്ടുള്ള 50 വയസ്സുള്ള വെങ്കിടമ്മയും അവരുടെ മക്കളും ഒക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതേപോലെ തന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരുന്നു അവരുടെ ലൈഫും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വെങ്കിടമ്മയുടെ ഡെയിലി റൂട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ തന്നെ എഴുതേക്കും, വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ തീർക്കും. അതിനുശേഷം ഒരു 8 മണി ടൈമൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട്, അതായത് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ട് ചെന്ന് നിൽക്കും. അപ്പോൾ അവിടേക്ക് ജോലിക്ക് ആളുകളെ അന്വേഷിച്ചുകൊണ്ട് ബ്രോക്കർമാരും മറ്റുമൊക്കെ വരും. അപ്പോൾ അവരുടെ കൂടെ ഇതേപോലെ തന്നെ ജോലികൾക്ക് വേണ്ടിയിട്ട് പോകും. ഈവനിങ് ടൈം ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയുള്ളൊരു റൊട്ടീൻ ആയിരുന്നു അവരുടേത്. അതുപോലെ തന്നെയായിരുന്നു ഡിസംബർ 30, 2020 അവർ ജോലിക്കായിട്ട് പോയത്. ഒരു യൂഷ്വൽ ഡേ തന്നെയായിരുന്നു അന്ന്. ഹസ്ബൻഡ് ആയിട്ടുള്ള കാവാല ആളുടെ ജോലിക്കും പോയി. എന്നാൽ വൈകുന്നേരം ഒരു 6 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു വെങ്കിടമ്മ തിരിച്ചു വരേണ്ടതാണ്. അന്നത്തെ ദിവസം അവർ ആ ഒരു ടൈമായിട്ടും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഹസ്ബൻഡായിട്ടുള്ള കാവാലയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അവർ വെങ്കിടമ്മ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനും തുടങ്ങി. പിന്നെ ഈ വെങ്കിടമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ സാധാരണഗതിയിൽ ബ്രോക്കർമാരുടെ നമ്പർ, വീട്ടിലത്തെ നമ്പർ, അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഫോൺ വാങ്ങിയിട്ട് ആവശ്യമുള്ളവരെ വിളിക്കും. അങ്ങനെയായിരുന്നു അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ വെങ്കിടമ്മയെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുടെ ഹസ്ബൻഡ് അവർ റെഗുലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ റെഗുലറായിട്ട് അവർ പോകുന്ന ബ്രോക്കർമാരുടെ അടുത്തൊക്കെ അന്വേഷിക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. എന്നാൽ അന്നത്തെ ദിവസം ഇവരാരും തന്നെ വെങ്കിടമ്മയെ കണ്ടിട്ടുണ്ടായില്ല. അടുത്ത 2 ദിവസങ്ങളിൽ വെങ്കിടമ്മയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അവരുടെ ഹസ്ബൻഡ്. ആളെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവരെവിടെ പോയി, എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലൂവും കണ്ടെത്താനായിട്ട് ആൾക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിലോട്ട് ആൾ പോകുന്നതും തൻ്റെ വൈഫിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ ആ ഒരു സമയത്തിട്ടിരുന്ന ഡ്രസ്സ്, അതേപോലെ തന്നെ അവരുടെ ഫോട്ടോ, അവരുടെ ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആൾ പോലീസിന് കൈമാറുകയാണ്. ആ ഒരു ടൈമിൽ ന്യൂ ഇയറിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടധികം പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പോലീസുകാർ ആ കേസ് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള 1-2 ദിവസം പോലീസുകാർ ആ ഒരു കേസിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. എന്നാലും വെങ്കിടമ്മ എങ്ങോട്ട് പോയി എന്നുള്ളത് അവർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവരെ കാണാതായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 4, 2021 രാവിലെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്കുസാപൂർ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുകൂടെ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ ആടുകളെയും മേച്ചിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് ദൂരം മാറിയിട്ട് ആരോ ഒരാൾ കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. എന്താ ഏതാന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ നേരെ ഓടിച്ചെന്ന് അങ്ങോട്ടെത്തി നോക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ നടുങ്ങി പോവുകയായിരുന്നു. അവർ അലറി വിളിച്ചുകൊണ്ട് നാട്ടുകാരുടെ അടുത്തേക്ക് ഓടിയെത്തി അവർ കണ്ട കാര്യം പറയുകയായിരുന്നു. വേറൊന്നും ആയിരുന്നില്ല, ആ റെയിൽവേ ട്രാക്ക് ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. അതും മുഖമൊക്കെ വികൃതമായിരുന്നു. ആരോ പെട്രോളോ മണ്ണെണ്ണയോ എന്തോ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ അവിടെ കൂടുകയാണ്. കൂടിയവരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ സ്ഥലത്തെത്തുകയാണ്. അവർ ക്രൈം സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്തു. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി. അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ആ ഒരു മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഖം കല്ല് പോലെ എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ചതച്ചിട്ട്
അതിനുശേഷമായിരുന്നു പെട്രോളോ ഡീസലോ എന്തോ ഒഴിച്ചിങ്ങേറ്റ് കത്തിച്ചിട്ടുണ്ടായത്. സോ ഫേസ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അത് വെച്ച് ആ ഒരു സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു പോലീസുകാരുണ്ടായത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾസ് ഒക്കെ ആ ഒരു സ്ത്രീയുടെ ബോഡിയൊക്കെ പരിശോധിക്കുകയാണ്, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവരുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയൊരു കഷ്ണം കടലാസ് കിട്ടുന്നത്. അതിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ നമ്പർ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 9 നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോലീസുകാർ ഓരോ നമ്പർ മാറ്റിങ്ങായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഒരു നമ്പർ കണക്ട് ആവുകയാണ്. ചിന്നയ്യ എന്നായിരുന്നു കോൾ എടുത്ത ആളുടെ പേര്. ആളുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു ബ്രോക്കർ ആയിരുന്നു. പല പല സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ തൊഴിലാളികളെ എടുത്ത് ആവശ്യമുള്ള സ്ഥലങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ജോലിയായിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഈ ഒരു വെങ്കിടമ്മയുടെ ഏരിയയിൽ നിന്നും അയാൾ തൊഴിലാളികളെ എടുക്കാറുണ്ടായിരുന്നു. ഈ ഒരു വെങ്കിടമ്മയും ആൾക്ക് അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആളുടെ നമ്പർ ആയിരുന്നു ഇവരുടെ ആ ഒരു ബ്ലൗസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിന് പാരലായിട്ട് പോലീസുകാർ അടുത്ത പോലീസ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ വല്ല മിസ്സിംഗ് കംപ്ലൈൻ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെങ്കിടമ്മ എന്ന് പറയുന്ന 50 വയസ്സുള്ള ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽ വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനും ആ ഒരു സ്ത്രീയുടെ ബോഡിയും കണ്ടു കഴിഞ്ഞപ്പോൾ അത് രണ്ടും ഒരാളാണെന്നുള്ളത് പോലീസിന് ഏകദേശം മനസ്സിലാവുകയാണ്. സോ പോലീസുകാർ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെങ്കിടമ്മയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കാവാലയെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ആള് ആ ഒരു സ്ഥലത്തെത്തി ബോഡി കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. യെസ്, അത് അവരുടെ ഭാര്യയായിട്ടുള്ള വെങ്കിടമ്മ തന്നെയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു മർഡർ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യുകയാണ്. ഇവരുടെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കർ ആയിട്ടുള്ള ചിന്നയ്യ തന്നെയായിരുന്നു. ആളായിരുന്നു ഇവരുടെ പ്രൈം സസ്പെക്ട്. അങ്ങനെ നേരെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. എങ്ങനെയൊക്കെ ആളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അയാളും ഈ ഒരു മർഡർ കേസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അപ്പോഴൊക്കെ പോലീസുകാർ ഒരു ഓർഡിനറി കില്ലറെയാണ് തങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളൊരു തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ആന്ധ്ര തെലുങ്കാനയെ മുഴുവനായിട്ട് വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറെയാണ് അവർ അന്വേഷിക്കുന്നത് എന്നുള്ളത് ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു വെങ്കിടമ്മക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അയാളുടെ വലയിൽ അവർ അകപ്പെട്ടത്? അതുപോലെ തന്നെ പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോലീസിന് ആ ഒരു ബ്രോക്കർ അല്ല കില്ലർ എന്നുള്ളൊരു കാര്യം കൺഫേം ആവുകയാണ്. അടുത്തതായിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെങ്കിടമ്മയുടെ ഹസ്ബൻഡായിട്ടുള്ള അവാലയും മറ്റും ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. അവരുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ്, അവർ എത്ര മണിക്കാണ് ഇറങ്ങുക, എപ്പോഴാണ് വീട്ടിലോട്ട് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ 8 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പിലോട്ട് പോകും എന്നുള്ളതൊക്കെ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു ചന്ദന കളർ ഷർട്ട് ഇട്ട ഒരാൾ അവരുടെ അടുത്തോട്ട് വരുന്നതായിട്ടും അതേപോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കുന്നതായിട്ടും പിന്നെ അവർ രണ്ടുപേരും കൂടെയും ഒരു ഓട്ടോയിൽ കയറി പോകുന്നതായിട്ടുള്ള വിഷ്വൽസൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അവിടെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഡയറക്ഷനിലോട്ടായിരുന്നു അവർ പോകുന്നുണ്ടായത്. പിന്നെ ആ ഒരു കൊറോണ കഴിഞ്ഞ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആളുടെ ഫേസും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെ പോലീസുകാർ പല പല CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർ പോയ ഒരു ഡയറക്ഷൻ പിടിച്ചിങ്ങനെ പോയപ്പോൾ അവർ ഒരു കള്ളുകടയിലോട്ടാണ് പോയത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. നേരെ പോലീസുകാർ അടുത്തതായിട്ട് ആ ഒരു കള്ള് ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടുത്തെ ഓണറെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ഒരു സ്ത്രീ ഇവിടെ വരാറുണ്ട്, വേറൊരാളുടെ കൂടെയാണ് വരാറ്, അവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അവരോടത്ത് ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല, ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു കള്ളുകടയുടെ ഓണർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വെങ്കിടമ്മയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തും അതേപോലെ തന്നെ അവരുടെ ബ്രോക്കറിൻ്റെ അടുത്തും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ചന്ദന കളർ ഷർട്ട് ഇട്ട ആൾ അറിയോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഓൾറെഡി ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു CCTVക്ക് അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സൂം ചെയ്തെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു അതാരാണെന്ന് കണ്ടെത്തുക എന്നുള്ളത്. അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് 2 ടീമിനെ അസൈൻ ചെയ്യുകയായിരുന്നു. ഒരു ടീമിൻ്റെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഏകദേശം ഒരു 7:45-8 മണി ടൈമൊക്കെ ആയപ്പോഴാണല്ലോ ഇയാൾ വെങ്കിടമ്മയെ കാണുന്നതും അതിനുശേഷം ആ ഒരു കള്ളുകടയിലോട്ട് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അപ്പോൾ
ആ ഒരു ടൈം തുടങ്ങിയിട്ട് മുന്നോട്ടുള്ള ടൈമിലോട്ടുള്ള ഫുട്ടേജസ് ഒരു ടീം ഓഫ് പോലീസുകാർ അനലൈസ് ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ഒരു വെങ്കിടമ്മയെ കാണുന്നതിന് മുൻപ് അയാൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ള ഒരു ഫുട്ടേജസ് ആയിരുന്നു അടുത്തൊരു ടീം ഓഫ് പോലീസുകാർ പരിശോധിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതായത് 8 മണിക്ക് മുന്നേ 7:45 അതേപോലെ തന്നെ 7 മണിക്കൊക്കെ അയാൾ എവിടെയായിരുന്നു, അതായത് ബാക്കിലോട്ട് പോകുന്ന ഫുട്ടേജസ്, ടൈം ബാക്കിലോട്ട് നോക്കിയിട്ട് ആൾ എവിടെ നിന്നാണ് വന്നത് എന്താണെന്നൊക്കെ തപ്പുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ടീം ഓഫ് പോലീസുകാർ പരിശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത്. സോ പോലീസുകാർ കുറച്ചധികം കഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു 8 മണിയുടെ മുന്നത്തെ ഫുട്ടേജുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അയാൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ നോക്കിയിട്ടും ആളുടെ ഫേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ 8 മണിക്കലത്തെ ശേഷത്തെ ഫുട്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം അവർ വീണ്ടും മെട്രോയുടെ ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേറൊരു കാര്യം സംഭവിക്കുകയാണ്. ആള് ഒരു കടയിൽ പോയിട്ട് സിഗരറ്റ് വാങ്ങി ആ ഒരു സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാറിയിട്ട് ആ മാസ്ക് മാറ്റി ആൾ സിഗരറ്റ് വലിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് അവിടെ മുകളിൽ ഒരു CCTV ഉണ്ടായിരുന്നു. ആ CCTV ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി പോലീസുകാർ ഈ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾ ശ്രദ്ധിക്കുന്ന CCTVയിൽ നിന്നൊക്കെ പർപ്പസ്ഫുള്ളി ഇയാൾ മുഖം മറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു CCTV അയാൾ കാണാത്തത് കൊണ്ട് തന്നെ ആൾ കൂളായിട്ട് നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ആ ഒരു വിഷ്വലിൽ നിന്നും ആളുടെ ഫേസ് പോലീസിന് ലഭിക്കുകയാണ്. അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. അങ്ങനെ പോലീസുകാർ ഫുട്ടേജിൽ നിന്ന് അയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് വെങ്കിടമ്മയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിക്കുകയാണ് അത് ആരാണെന്നുള്ളത്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതേപോലെ തന്നെ ബ്രോക്കറുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കും ഇതാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ഇല്ലേ, അതിലൊരാൾക്ക് അയാളുടെ ഫേസ് എവിടെയോ കണ്ടതായിട്ടൊരു ഓർമ്മ വരികയാണ്. അതായത് ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് ആളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അടുത്തതായിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലോട്ടും പോലീസുകാർ ആ ഒരു ഫോട്ടോ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഹൈദരാബാദുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലത്തെ ഉദ്യോഗസ്ഥരും ഈ ഒരു ഫോട്ടോ കാണാനിടയാവുകയാണ്. അവരത് കണ്ടപ്പോൾ കറക്റ്റായിട്ട് അയാൾ ആരാണെന്ന് പിടികിട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ആ ഒരു ഫോട്ടോ കണ്ട് അക്ഷരാർത്ഥത്തിൽ അവരും ഞെട്ടിത്തെറിച്ച് പോവുകയായിരുന്നു. ആന്ധ്ര തെലുങ്കാന ഏരിയയെ കിടുകിടാ വിറപ്പിച്ച ഒരു കില്ലറുടെ ഫോട്ടോ ആയിരുന്നു അത്. കഴിഞ്ഞ 18 വർഷങ്ങളിലായിട്ട് ഏകദേശം 18ഓളം സ്ത്രീകളെ ആയിരുന്നു ആൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അത് കണക്കിലുള്ള കേസ്. കണക്കിൽപ്പെടാത്ത വേറെയും ഒരുപാടധികം കൊലപാതകങ്ങൾ ആൾ ചെയ്തതായിട്ട് വിശ്വസിക്കുന്ന പോലീസുകാരും കുറവല്ല. മൈന രാമുലു എന്നായിരുന്നു ആളുടെ പേര്. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ആൾ ജയിലിൽ നിന്ന് ജാമ്യത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. യെസ്, ജൂൺ 2020 വരെ ആൾ ജയിലിലായിരുന്നു ഇതേപോലെ തന്നെ വേറൊരു കൊലപാതക കേസിൽ. എന്നിട്ട് ആൾ ജാമ്യത്തിന് ഇറങ്ങിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായത്. പിന്നെയും പോലീസുകാർ ഈ സെയിം മോഡ് ഓഫ് ഓപ്പറാൻഡിയിൽ വേറെ ഏതെങ്കിലും കൊലപാതകങ്ങൾ ചുറ്റുവട്ടത്ത് നടന്നിട്ടുള്ളൂ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞൊരു 25-30 ദിവസത്തിൻ്റെ ഇടയിൽ ഈ ഒരു സ്ത്രീയുടെ കൊലപാതകം കൂടാതെ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറെ 2 സ്ത്രീകളുടെ മേർഡറും കൂടെ നടന്നിട്ടുള്ളതായിട്ടും മനസ്സിലാക്കുകയായിരുന്നു. യെസ്, കഴിഞ്ഞ 1.5 മാസത്തിൽ 3ഓളം സ്ത്രീകളെ ആയിരുന്നു ആൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. ഇനിയും ആളെ വേഗം പിടികൂടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സ്ത്രീകളുടെ ജീവിതം അപകടത്തിൽപ്പെടുന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വളരെ ഊർജിതമാക്കുകയായിരുന്നു. പോലീസുകാരുള്ള മുക്കിലും മൂലയിലും ഒക്കെ ആളെ അന്വേഷിച്ചു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അയാളെ പോലീസിന് പിടികൂടാനും സാധിച്ചു. കസ്റ്റഡിയിലെടുത്ത് ഈ ഒരു മൈന രാമുലുവിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ വെങ്കിടമ്മയെ കൊന്നത് അയാളാണെന്ന് സമ്മതിക്കുകയാണ്. വെങ്കിടമ്മയെ മാത്രമല്ല ഒരുപാടധികം വേറെയും സ്ത്രീകളെയും അയാൾ കൊന്നിട്ടുള്ളതായിട്ടും അയാൾ സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാരണം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ആളുടെ സ്റ്റോറി പറയുകയായിരുന്നു. 1976 തെലങ്കാനയിലെ അരുക്കല എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു ഈ ഒരു മൈന രാമുലു ജനിച്ചത്. ടോട്ടൽ 8 മക്കളായിരുന്നു കേട്ടോ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. ഇയാൾക്ക് 3 ബ്രദേഴ്സും അതേപോലെ തന്നെ 4 സിസ്റ്റേഴ്സും ആയിരുന്നു ഉണ്ടായത്. അതിൽ ആളുടെ 2 സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അസുഖം വന്ന് 2 പേരും മരിച്ചു പോവുകയാണ്. പിന്നെ അതിൽ വേറൊരു സിസ്റ്ററിനെ ഇയാൾ തന്നെയായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇയാളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂലിപ്പണിക്കാരായിരുന്നു. അതായത് ആ ഒരു ഏരിയയിൽ കുറേ കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു ഇവരെല്ലാവരും തന്നെ. ആ ഒരു ഏരിയയിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഇയാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിന് ശേഷം ആൾ പഠിപ്പ് നിർത്തുകയാണ്. പിന്നീട് പാടത്ത് അയാൾ പണിക്കുവാനും തുടങ്ങി.
അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കൂടെ ആൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി. കുറച്ച് നാളുകളൊക്കെ അങ്ങനെ പോയി. അതിനുശേഷം എന്താ പറയുക, ക്വാറിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ക്വാറിയിൽ ആൾ പണിക്ക് പോയി. ആദ്യം ചെറിയ പണികളൊക്കെ ചെയ്തു. പിന്നീട് കല്ല് വെട്ടുന്ന ജോലി, അങ്ങനെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആൾ ചെയ്യുകയാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ആൾക്ക് ഏകദേശം ഒരു 21 വയസ്സ് പ്രായമായി. അപ്പോൾ വീട്ടുകാർ വിചാരിക്കുകയാണ് നമുക്ക് ഇവനൊരു കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനകളും മറ്റുമൊക്കെ നടത്തുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു വിവാഹാലോചന ആൾക്ക് വരികയാണ്. ലക്ഷ്മി എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര്. അങ്ങനെ ആ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കല്യാണം നടക്കുകയും ചെയ്തു. അപ്പോൾ 1996 ഇത് നടക്കുന്നത്. ആ സമയത്ത് ആൾക്ക് 10-21 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം അയാൾ തൻ്റെ ഭാര്യയെ ഭയങ്കരമായിട്ട് പ്രണയിക്കാൻ തുടങ്ങുകയാണ്. അതായത് സാധാരണഗതിയിൽ ഇയാൾ ഇതേപോലെ തന്നെ കോറിയിലൊക്കെ പോയി ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കള്ള് ഷാപ്പിലൊക്കെ പോയി കള്ളൊക്കെ കുടിച്ച് അതിന് ശേഷമൊക്കെ ആയിരുന്നു വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നിരുന്നത്. വിവാഹത്തിന് ശേഷം ആൾ ആ ഒരു കള്ള് ഷാപ്പിൽ പോകുന്ന പരിപാടി തന്നെ നിർത്തി. നേരെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിയുക, നേരെ വീട്ടിലോട്ട് വരിക, ഭാര്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അതായത് നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, പൂവ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അതായത് ആൾക്ക് ഭാര്യനോട് അത്രയും സ്നേഹമായിരുന്നു. ആ ഒരു സ്നേഹം കണ്ടിട്ട് ചുറ്റുള്ള ആളുകളൊക്കെ അസൂയോടുകൂടി നോക്കി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമായിരുന്നു ആൾക്ക് ഭാര്യയോടുണ്ടായത്. എന്നാൽ ഈ ഒരു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് നാട്ടുകാർ അതൂതൊക്കെ പറയാനായിട്ട് തുടങ്ങി. വേറൊന്നുമല്ല, ഈ മൈന രാമുലു ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലോട്ട് വേറൊരാൾ വരുന്നുണ്ട് എന്നുള്ളൊരു തരത്തിലുള്ളൊരു സംസാരമായിരുന്നു അത്. അതായത് ആളുടെ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊരു സംസാരം ആ ഒരു നാട്ടിലുണ്ടാവുകയാണ്. പതിയെ ഇത് മൈന രാമുലുവിൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു. ആ ഒരു സമയത്തും ആൾ ഭാര്യയെ സംശയിച്ചില്ല. ആളുടെ ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളുടെ സ്നേഹം കണ്ടിട്ട് നാട്ടുകാർക്ക് കുശുമ്പായിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു സംസാരം പിന്നീട് പതിയെ ആളുടെ റിലേറ്റീവ്സിൻ്റെ ചെവിയിലെത്തുകയാണ്. അതായത് ആളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഇത് അറിയുകയാണ്. അങ്ങനെ ഈ ഒരു മൈന രാമുലുവിനെ അവർ വിളിപ്പിച്ചിട്ട് എന്തായാലും നീ നിൻ്റെ വൈഫിനോട് ചോദിക്കണം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈന രാമുലു പറഞ്ഞു താനും തൻ്റെ വൈഫും നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, യാതൊരു ഇഷ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാനായിട്ട് റിലേറ്റീവ്സ് പറഞ്ഞപ്പോൾ ഓക്കെ എന്തായാലും ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാമെന്ന് ഇയാളും വിചാരിക്കുകയാണ്. അങ്ങനെ ആൾ തൻ്റെ വൈഫിൻ്റെ അടുത്ത് എത്തിയിട്ട് ഈ ഒരു കാര്യം ചോദിക്കുകയായിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് നാട്ടിൽ, നമ്മളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ആൾ നാട്ടിലുണ്ടായിരുന്നില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മനോടൊക്കെ ചോദിച്ചു നോക്കിക്കോ. അപ്പോൾ നമ്മളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് ആൾ അന്നത്തെ ദിവസം വീട്ടിലോട്ട് വന്നതായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പണിക്ക് പോയേക്കായിരുന്നു, ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത്രയും നടന്നിട്ടുള്ളൂ, വെറുതെ നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ളൊരു തരത്തിലായിരുന്നു ലക്ഷ്മി ഈ ഒരു രാമുലുവിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മൈന രാമുലുവിന് സമാധാനമായി. ആള് തൻ്റെ ഭാര്യ പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയായിരുന്നു. നാട്ടുകാർ വെറുതെ കുശുമ്പിൻ്റെ പുറത്ത് പറഞ്ഞു പരത്തിയതാണ് എന്നുള്ളത് ആൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആൾ ഭാര്യയുടെ അടുത്ത് ക്ഷമ പറയുകയാണ്. ഇനി തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സംശയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് ആൾ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു ദിവസം ആൾ ഇതേപോലെ തന്നെ പണിക്ക് പോയി തിരിച്ചു വരികയാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടടുത്ത് ഭാര്യയെ കാണാനില്ല. അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും പണിയിലായിരിക്കും എന്നുള്ളതായിരുന്നു ആൾ ആദ്യം കരുതിയത്. ആളങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇതേപോലെ തന്നെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ വൈഫില്ല. അങ്ങനെ വീടിൻ്റെ പുറത്തിറങ്ങി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ എവിടെയും ഭാര്യയെ കാണാനില്ല. അല്ല, അവൾ എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് നടക്കാനായിട്ട് തുടങ്ങിയ ആൾ അടുത്തതായിട്ട് തൊട്ടടുത്തുള്ള പലചരക്കടയുണ്ട്, സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ അവിടെയായിരുന്നു പോകാറുണ്ടായിരുന്നത്. അവിടെ പോയി അതേപോലെ തന്നെ ചുറ്റുള്ള അയൽവക്കങ്ങളിലൊക്കെ നൈസായിട്ട് പോയിട്ട് അന്വേഷിച്ചു. എന്നാലും ആൾ ആരോടും പറഞ്ഞില്ല കേട്ടോ ഭാര്യയെ കാണാനില്ല എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തൻ്റെ ഭാര്യയെക്കുറിച്ച് വീണ്ടും കുറ്റം പറയില്ലേ എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായിരുന്നത്. അതുകൊണ്ട് ആൾ ആരെയും അറിയിച്ചില്ല അന്നത്തെ ദിവസം ആ ഒരു സമയത്ത് ഭാര്യയെ കാണാനില്ല എന്നുള്ളൊരു വിവരം. ആസ് യൂഷ്വൽ ആൾ കുളിച്ചൊരുങ്ങി നേരെ തന്നെ ജോലിക്ക് പോവുകയാണ്. ഈവനിങ് ടൈം ആകുമ്പോഴത്തേനും തൻ്റെ ഭാര്യ തിരിച്ചു വരും. എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയൊക്കെയായിരിക്കും. ഇപ്പോൾ താൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് പറയാതിരുന്നതായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആൾ നേരെ ഇതേപോലെ തന്നെ ജോലി സ്ഥലത്തോട്ട് പോയത്. ആ ഒരു ടെൻഷനിൽ അന്നത്തെ ദിവസം മുഴുവൻ അയാൾ ജോലി ചെയ്യുകയായിരുന്നു. ഈവനിങ് ആയപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ആൾ വീട്ടിലോട്ട് തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ആളുടെ ഭാര്യ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഇയാളുടെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നാട്ടുകാർ പറയുന്നതൊക്കെ സത്യമായിരുന്നു എന്നുള്ളൊരു ചിന്ത അയാൾക്ക് വരാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങി അയാൾ ഓടുകയാണ്.
അയാൾ നേരെ പോയത് ലക്ഷ്മിയുടെ പാരൻസിൻ്റെ വീട്ടിലോട്ടായിരുന്നു. എന്നിട്ട് ലക്ഷ്മി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പാരൻസ് പറഞ്ഞു ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അയാൾ തകർന്നു പോവുകയായിരുന്നു. യെസ്, കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു രാമലുവിൻ്റെ ഭാര്യ തൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ വിവരം നാട്ടിലുള്ള എല്ലാവരും അറിയാണ്. എല്ലാവരും രാമലുവിനെ നോക്കി കളിയാക്കാനായിട്ട് തുടങ്ങി, ആളെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആൾക്ക് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതായത് നാട്ടുകാരെയും ആൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്ക് അവിടെ തൻ്റെ ജോലി സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു രാമലു ഉണ്ടായത്. അങ്ങനെ ആൾ തൻ്റെ നാട് വിട്ടിട്ട് നേരെ ഹൈദരാബാദിലോട്ട് വണ്ടി കയറുകയാണ്. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ക്വാറിയിൽ അയാൾ ജോലിക്ക് കയറുകയും ചെയ്തു. പിന്നീടുള്ള ഒരുപാടധികം നാളുകൾ ആൾ ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, വൈകുന്നേരം നേരെ കള്ള് ഷാപ്പിൽ പോവുക, എന്നിട്ട് അത്യാവശ്യത്തിന് മദ്യപിക്കുക, തിരിച്ചു വരിക, കിടന്നുറങ്ങുക. അതായിരുന്നു ആളുടെ ഒരു റൊട്ടീൻ. അങ്ങനെ നാളുകൾ കഴിഞ്ഞു, കുറച്ചൊന്നുമല്ല വർഷങ്ങൾ കഴിഞ്ഞു. 2003 അതായത് ആളുടെ വിവാഹം കഴിഞ്ഞ ഏകദേശം 7 വർഷമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്താണ് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് ആളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് ആ സമയത്ത് ആൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2003 ഒരു ദിവസം ആള് ആസ് യൂഷ്വൽ ആ ഒരു കള്ളുകടയിൽ പോയിരുന്നെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ വേറൊരു സൈഡിലിരുന്ന് മദ്യപിക്കുന്ന ഒരു സ്ത്രീയെ ആൾ കാണുന്നത്. സാവിത്രി എന്നായിരുന്നു അവരുടെ പേര്. കണ്ടപ്പോൾ തന്നെ ആൾക്ക് തൻ്റെ ഭാര്യ ലക്ഷ്മിയെ ഓർമ്മ വരികയാണ്. സെയിം ആയിട്ടുള്ള ഫേസ് കട്ട്, അതേപോലെ തന്നെ ലക്ഷ്മി എടുക്കുന്ന സാരിയുടെ പോലുള്ള സാരിയാണ് അവരും എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഏകദേശം ഭയങ്കര ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഒരു ദേഷ്യം വരികയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ആൾക്ക് വരികയാണ്. അങ്ങനെ ആൾ സാവിത്രിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കൂലിപ്പണിക്കായിരുന്നു അവരും പോകുന്നുണ്ടായിരുന്നത്. കൂലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേര സമയങ്ങളിൽ അവർ കള്ളുകടയിലോട്ട് വന്നിങ്ങനെ 2 അടിച്ചിട്ട് അവരവരുടെ വീട്ടിലോട്ട് പോകും. അതായിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. അങ്ങനെ അവരെ കാര്യമായിട്ട് ഇയാൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസം അവരെ ഫോളോ ചെയ്ത് അവരുടെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം കള്ള് ഷാപ്പിൽ നിന്നും മദ്യപിച്ചിങ്ങേറ്റ് പുറത്തിറങ്ങിയതിന് ശേഷം നൈസായിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്നിങ്ങേറ്റ് സംസാരിക്കുകയാണ്. ഇയാളുടെ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ്. ആളുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്ത്രീ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് ഒന്ന് സെറ്റാവുകയാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ മദ്യപിക്കാം, ഞാൻ നിനക്ക് കുറച്ച് പൈസയും തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് നൈസായിട്ട് ഇയാൾ കറക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം കുറച്ച് മദ്യമൊക്കെ വാങ്ങിയിട്ട് ഇവർ ആളൊന്നുമില്ലാത്ത ഒരു കാട് പിടിച്ച ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഇതേപോലെ തന്നെ ഇരുന്നെങ്കിൽ മദ്യപിച്ചു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഫിസിക്കൽ കോണ്ടാക്റ്റിലിരിക്കുന്ന സമയത്ത്, അതിൻ്റെ ഒരു പീക്കിലെത്തുന്ന സമയത്ത് ആ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് തന്നെ ഉപയോഗിച്ച് അയാൾ ആ സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതായിരുന്നു അയാളുടെ ആദ്യത്തെ കൊലപാതകം. എന്നിട്ട് തൻ്റെ ആ ഒരു ഫിസിക്കൽ നീഡ്സും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ആ സ്ത്രീയുടെ മുഖം അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് അടിച്ച് ചതക്കുകയായിരുന്നു. പിന്നീട് ഇതിൽ ഡീസലൊക്കെ ഒഴിച്ച് ആ ഒരു മുഖം കത്തിക്കുകയും വികൃതമാക്കുകയും ചെയ്തു. അതിനുശേഷം ആള് അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയായിരുന്നു. അതേപോലെ തന്നെ അവരുടെ കൈമലും കാലുമലും ഉണ്ടായിരുന്ന ഓർണമെന്റ്സും അവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും മോഷ്ടിച്ചിട്ടായിരുന്നു കേട്ടോ ആള് അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. അപ്പോൾ ഏകദേശം 7 വർഷത്തോളം തൻ്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയുടെ അടുത്തുണ്ടായിരുന്ന ആളുടെ ആ ഒരു ദേഷ്യമായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ പുറത്തു ചാടിയത്. അപ്പോൾ ഇനി താൻ ഈ ഒരു രീതിയിലായിരിക്കും ജീവിക്കുക എന്നുള്ളത് അയാൾ തീരുമാനിക്കുകയാണ്. ലക്ഷ്മിയെ പോലുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആളുടെ അടുത്ത ലക്ഷ്യം. അവിടെ തുടങ്ങി ഒരു കൊലപാതക പരമ്പരയായിരുന്നു. 2004, 2005, 2006, 2007, 2008, 2009 വരെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ ഒരുപാടധികം കൊലപാതകങ്ങൾ നടത്തി. സെയിം മോഡ് ഓഫ് ഓപ്പറാണ്ട്. ഇതേപോലെ തന്നെ ഏതെങ്കിലും കള്ള് ഷാപ്പിലോട്ടും മറ്റൊക്കെ പോകും, ഏതെങ്കിലും സ്ത്രീകളെ കറക്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കാമെന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഇടയിൽ അവരെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ പണവും അതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റി മുങ്ങാന്നുള്ളതായിരുന്നു ഇയാളുടെ ഒരു ക്രൈമിൻ്റെ രീതി. അങ്ങനെ 2009 ആൾ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ്. ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോപ്സി ചെയ്ത സമയത്ത് അവർ അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ പോലീസുകാർ ട്രാക്ക് ചെയ്യാണ് ലാസ്റ്റ് അവരെവിടെ നിന്നാണ് മദ്യപിച്ചത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഒരു കള്ള് ഷോപ്പിൽ നിന്നിട്ടാണ് ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ ഒരു രാമലുവിൻ്റെ കൂടെ അവരവസാനമായിട്ട് കണ്ട ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് ആ ഒരു കുറ്റത്തിനായിരുന്നു ആൾ ആദ്യമായിട്ട് ജയിലിലോട്ട് പോയത്. ആ ഒരു കേസിൽ ആൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയാണ്. എന്നാൽ
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾ നൈസായിട്ട് പ്രാന്തനായിട്ട് ജയിലിൽ വെച്ച് അഭിനയിക്കുകയാണ്. ആൾ മാത്രമല്ല വേറെയും ആളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരും പ്രാന്തന്മാരായിട്ട് അഭിനയിച്ചിട്ട് അവസാനം മെൻ്റലി ഇല്ലാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നേരെ പ്രാന്താശുപത്രിയിലോട്ട് മാറുകയായിരുന്നു. എന്നാൽ കുറച്ച് നാൾ ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷം അവിടെ നിന്ന് അവർ എസ്കേപ്പ് ആവുകയും ചെയ്തു. 2011 കേട്ടോ അത് നടക്കുന്നത്. അതിനുശേഷം 2013 പിന്നെ പോലീസുകാർ ഇയാളെ പിടികൂടുന്നത്. ഈ ഒരു 2011 13 ഇടയിൽ അയാൾ ഇതേപോലെ തന്നെ 5ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സെയിം പ്ലാൻ. നേരെ കള്ള് ഷാപ്പിലോട്ട് പോവുക, ഏതെങ്കിലും സ്ത്രീകളെ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ തന്നെയുള്ള പരിപാടിയുടെ ഇടയിൽ അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക, അവരുടെ ഗോൾഡും അതേപോലെ തന്നെ ക്യാഷ് കൊടുക്കുക, മുങ്ങുക. ഇത് തന്നെയായിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന പരിപാടി. അതിനുശേഷം 2018 വരെ ആൾ ജയിലിൽ ഇറന്നു കേട്ടോ. ജയിലിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആൾ അഭിനയിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അയാൾക്ക് 2018 ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ നന്നായോ? ഇല്ല. പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആൾ ചെയ്തു. ഇതേപോലെ തന്നെ ലാവണ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആൾ കൊലപ്പെടുത്തുകയാണ്. ആ ഒരു കേസിന്റെ അന്വേഷണത്തിൽ അയാൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിലാവുകയാണ്. 2019 ആളെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 2020 ജൂണിൽ വീണ്ടും അയാൾക്ക് ജാമ്യം ലഭിക്കുകയാണ്. ആ ജാമ്യം ലഭിച്ചതിന് ശേഷം ആൾ വീണ്ടും ഇതേ പരിപാടി തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡിസംബർ 30 ഇയാൾ വെങ്കടമ്മ എന്ന് പറയുന്ന സ്ത്രീയെയും കൊണ്ട് കള്ളുഷാപ്പിലോട്ട് പോകുന്നതും മദ്യപിക്കുന്നതും ഇതേപോലെ തന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതും അവരെ കൊലപ്പെടുത്തുന്നതും അവരുടെ ആഭരണങ്ങളും മറ്റുമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതും പിന്നീട് ആ ഒരു കേസും കാര്യങ്ങളും പോലീസുകാരെ അന്വേഷിക്കുന്നതും അതേപോലെ തന്നെ ഇയാളെ പിടികൂടുന്നതും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾ ജയിലിലാണ്. ഈ ലാവണ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിൻ്റെ ശിക്ഷാവിധി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജാനുവരി 31 ആൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. അതേപോലെ തന്നെ അയാളുടെ പേരിൽ പിന്നെയും ഒരുപാട് കേസുകളുണ്ട്. പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾ ജയിലിൽ തന്നെ ഉണ്ട് കേട്ടോ. ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോടുള്ളൊരു റിവഞ്ചാണ് ഇതെന്നുള്ളൊരു തരത്തിലായിരുന്നു. യെസ്, തൻ്റെ ഭാര്യയെ താൻ അത്ര സ്നേഹിച്ചിട്ട് അവർ ചതിച്ചപ്പോൾ അതിനുള്ളൊരു റിവഞ്ച് എന്നുള്ളൊരു നിലക്കായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ ഇത്രത്തോളം കൊലപാതകങ്ങൾ നടത്തിയത്. പോലീസുകാർ പറയുന്നതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വർഷങ്ങളിൽ 18 സ്ത്രീകളെ അയാൾ കൊലപ്പെടുത്തിയതിന് തെളിവുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാലും ചില ഓഫീസേഴ്സിൻ്റെ കണക്കുകൾ പ്രകാരം ആൾ ഏകദേശം 50ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ആളുകളെ കൊലപ്പെടുത്തിയ അയാളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ ഈ 18 ആയിരിക്കില്ല, അതിനും മേലെ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മൈന രാമലു എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.